ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 33ാമത്തെ കഥയുടെ 3ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ സ്നേഹപ്രിയയുടെയും അലി നൂറിൻ്റെയും കഥ. സ്നേഹപ്രിയയും അലി നൂറും തമ്മിൽ ഒരുമിക്കുന്നത് വരെ കഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ആ വീട്ടിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അലി നൂർ സ്നേഹപ്രിയയെ പൂർണ്ണമായും സ്വന്തമാക്കിയെന്നറിഞ്ഞതോടെ ആ വീട് ഒരു മരിച്ച വീട് പോലെയായി. അതേസമയം ആ വീട്ടിലെത്തിയ മന്ത്രി അൽ ഫാദൽ എല്ലാവരും ദുഃഖിച്ചിരിക്കുന്നതിന് കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ ഭാര്യ കണ്ണു തുടച്ച് മൂക്ക് പിഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു: ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് അനുസരിക്കാമെന്ന് മോൻ്റെ അച്ഛൻ പ്രവാചകന്റെ നാമത്തിൽ സത്യം ചെയ്യണം, ഇല്ലെങ്കിൽ എന്നെ കൊന്നാലും ഞാൻ ഒന്നും മിണ്ടില്ല. മന്ത്രി സത്യം ചെയ്തു. ഭാര്യ അലി നൂറിൻ്റെ വികൃതിയെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. തങ്ങളുടെ ഓമനപുത്രൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത ആക്രമങ്ങൾ ആ മാതാപിതാക്കളെ വലച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അല്പം അതിര് കടന്നുപോയി. അൽ ഫാദൽ തലപ്പാവ് ദൂരെ എറിഞ്ഞ് തലപ്പൊടി പിച്ചു ചീന്തി നിലത്ത് വീണുരുണ്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ ഭാര്യ ആവതും ശ്രമിച്ചു. അവർ പറഞ്ഞു: ഇനി ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? 10,000 ദിനാർ ഞാൻ തരാം. എൻ്റെ കുറേ ആഭരണങ്ങൾ ഈയിടെ വിറ്റു. ആ പണം എൻ്റെ കയ്യിലുണ്ട്. നീ എന്താണ് പറയുന്നത്? ഭർത്താവ് കോപിച്ചു. പണം നഷ്ടപ്പെട്ടതിലുള്ള വിഷമമാണെന്നാണോ നിന്റെ വിചാരം? എൻ്റെ മാനം പോയതിലാണ് എനിക്ക് സങ്കടം. എൻ്റെ ആയുസ് അവസാനിക്കാറായി. ഒന്നും പോയിട്ടില്ല, ഭാര്യ പറഞ്ഞു. സ്നേഹപ്രിയയെ വാങ്ങിയ കാര്യം രാജാവ് അറിഞ്ഞിട്ടില്ലല്ലോ. അവളുടെ കന്യകത്വം നഷ്ടപ്പെട്ടതും അദ്ദേഹം അറിയേണ്ട കാര്യമില്ല. ഞാൻ 10,000 ദർഹം തരാം. സുന്ദരിയായ മറ്റൊരടിമപ്പെണ്ണിനെ വാങ്ങി രാജാവിന് കൊടുക്കണം. സ്നേഹപ്രിയയെ അലി നൂറിന് ഇഷ്ടമാണത്രേ. അവളെ അവൻ എടുത്തോട്ടെ. ഇവിടെ ഒരുത്തൻ എന്നെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് നിനക്കറിയില്ലേ? ഇത് വല്ലതും അൽ മൂയിൻ്റെ ചെവിയിലെത്തിയാൽ ഉടനെ അവൻ സുൽത്താനെ അറിയിക്കും. തിരുമേനി, അങ്ങ് വിശ്വസ്തനാണെന്ന് കരുതുന്ന അൽ ഫാദൽ ഖജനാവിൽ നിന്ന് അനുവദിച്ച 10,000 ദിനാർ കൊടുത്ത് അവിടത്തേക്ക് വേണ്ടി ഒരു ലോകൈക സുന്ദരിയെ വാങ്ങി. ആ സൗന്ദര്യം കണ്ട് മതിമറന്നപ്പോൾ അവളെ അയാളുടെ മോൻ, ഒരു കൊള്ളരുതാത്തവനുണ്ടല്ലോ, അവന് കൊടുത്തു. നീ ഇവളെ എടുത്തോ. കിഴവൻ രാജാവിന് വേറെ ഒരു 100 വെപ്പാട്ടിമാരുണ്ട്. ഇവളില്ലെങ്കിലും കുഴപ്പമില്ല എന്നു പറഞ്ഞു. കിട്ടിയത് തരമെന്ന് കരുതി അലി നൂർ പെണ്ണിൻ്റെ കന്യകത്വം നശിപ്പിച്ചു. ഇപ്പോൾ 2 എണ്ണവും അൽ ഫാദലിൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. എന്നെ സുൽത്താനി വിശ്വാസമുള്ളത് കൊണ്ട് അൽ മുയിൻ പറയുന്നത് സുൽത്താൻ മുഖവിലേക്ക് എടുക്കില്ല. അപ്പോൾ അവൻ വീണ്ടും പറയും: ഭടന്മാരെ അയച്ച് സ്നേഹപ്രിയയെ പിടിച്ചോണ്ട് വരാൻ. അവർ പെണ്ണിനെ പിടിച്ചോണ്ട് പോകും. സുൽത്താൻ ചോദ്യം ചെയ്യുമ്പോൾ അവൾ സത്യം പറയും. അതോടെ ഞാൻ പരിഹാസപാത്രമാകും. എനിക്ക് ശിക്ഷ കിട്ടും. സുൽത്താൻ എന്നെ കൊന്നുകളയും. അങ്ങിതാരോടും പറയണ്ട. നമുക്ക് രഹസ്യമായി സൂക്ഷിക്കാം. അല്ലാഹുവിൻ്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് ഭാര്യ ആശ്വസിപ്പിച്ചു. അത് കേട്ട് മന്ത്രിക്ക് അല്പം ആശ്വാസമുണ്ടായി. എങ്കിലും മകൻ്റെ മേലുള്ള കോപം ഒട്ടും ശമിച്ചില്ല. കഥ ഇത്രയും ആയപ്പോഴേക്കും നേരം പുലരുന്നത് കണ്ട് ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി വീണ്ടും അവർ കഥ പറയാൻ ആരംഭിച്ചു. സ്നേഹപ്രിയയുടെ മുറിയിൽ നിന്നും പുറത്തു കടന്ന അലി നൂർ പെൺകുട്ടികൾ നിലവിളിച്ചത് കേട്ട് വേഗം വീടിന് പുറത്തിറങ്ങി. പകൽ മുഴുവൻ അലഞ്ഞു നടന്ന് രാത്രി നന്നേ ഇരുട്ടിയപ്പോൾ പതുങ്ങി അച്ഛനറിയാതെ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ മകന് മാപ്പ് കൊടുത്തു. അന്തഃപുരത്തിലെ മറ്റു സ്ത്രീകളാകട്ടെ സുന്ദരനായ ചെറുപ്പക്കാരനെ തട്ടിയെടുത്ത സ്നേഹപ്രിയയോട് അസൂയ ഉള്ളവരായിരുന്നെങ്കിലും അലി നൂറിനോടുള്ള സ്നേഹം കൊണ്ട് 1 മാസക്കാലം അയാൾ കുളിച്ചു പാർക്കാൻ വീട്ടിനുള്ളിൽ തന്നെ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. ഒരു ദിവസം ഭർത്താവിൻ്റെ ദുഃഖത്തിന് അല്പം കുറവുള്ളതായി കണ്ടപ്പോൾ മന്ത്രിയുടെ ഭാര്യ ചോദിച്ചു: നമ്മുടെ മകനോടുള്ള കോപം ഇനിയും തീർന്നില്ലേ? ഒരടിമ പെണ്ണിനെ നമുക്ക് നഷ്ടമായി. അതിൻ്റെ പേരിൽ മകനെ കൂടി നഷ്ടപ്പെടുത്തണമെന്നുണ്ടോ? ഇങ്ങനെ പോയാൽ നമുക്ക് മകനില്ലാതാവും. അതിന് ഞാൻ എന്തു വേണം? മന്ത്രി ചോദിച്ചു. ഇന്ന് രാത്രി അലി വരുമ്പോൾ അങ്ങ് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ആദ്യം ദേഷ്യം ഭവിച്ച് കുറേ വഴക്ക് പറയണം. കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും തരക്കേടില്ല. ക്രമേണ വഴക്ക് തീർത്ത് അവനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം. അവളെ അവനിഷ്ടമാണ്. അവൾക്ക് വേണ്ടി ചെലവാക്കിയ 10,000 ദിനാർ ഞാൻ തരാം. ഭാര്യയുടെ ഉപദേശം
അൽ ഫാദിൽ സ്വീകരിച്ചു. അന്ന് രാത്രി അമ്മയെ കാണാൻ അലി വന്നപ്പോൾ അച്ഛൻ അവൻ്റെ മേൽ ചാടി വീണു. ഒരു കത്തി നിവർത്തി അവനോടടുത്തു. അപ്പോൾ അമ്മ ഇടയിൽ ചാടി വീണു. എന്താണ് നിങ്ങളുടെ ഭാവൻ? അവർ ചോദിച്ചു. ഞാൻ ഇവനെ കൊല്ലാൻ പോകുന്നു, മന്ത്രി അലറി. അവന് ദുഃഖമുണ്ട്, അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധമല്ലേ, അമ്മ അപേക്ഷിച്ചു. അപ്പോൾ അലി നൂർ ചോദിച്ചു, അച്ഛന് എന്നെ കൊല്ലണമെന്നുണ്ടോ? അതോടെ പിതാവിൻ്റെ മനസ്സലിഞ്ഞു. നീ എൻ്റെ മാനം കളഞ്ഞല്ലോ മോനെ, എൻ്റെ ജീവൻ അപകടത്തിലായല്ലോ. നിനക്ക് സ്നേഹപ്രിയയെ ഇഷ്ടമാണെങ്കിൽ എന്നോട് പറയാത്തതെന്ത്? നീ അവളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ അവളെ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങുമായിരുന്നില്ലേ? ഞാൻ അവളെ സ്നേഹിക്കുന്നു, അലി നൂർ പറഞ്ഞു. എങ്കിൽ ഒന്നു മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. സ്നേഹപ്രിയയെ അല്ലാതെ മറ്റൊരുത്തിയെ ഭാര്യയാക്കുകയില്ലെന്ന് നീ ശപഥം ചെയ്യണം. അവളെ കഷ്ടപ്പെടുത്തുകയില്ലെന്നും മറ്റാർക്കും വിൽക്കുകയില്ലെന്നും സത്യം ചെയ്യണം. അല്ലാഹുവിൻ്റെയും പ്രവാചകൻ്റെയും പേരിൽ ഞാൻ സത്യം ചെയ്യാം, അലി പറഞ്ഞു. അലി നൂർ സ്നേഹപ്രിയയെ വിവാഹം ചെയ്യുന്നു എന്നറിഞ്ഞ് വീട്ടിലെല്ലാവരും ആഹ്ലാദിച്ചു. രണ്ടുപേരും ഏതാണ്ട് ഒരു വർഷക്കാലം ഉല്ലാസമായി കഴിച്ചുകൂട്ടി. അതിനിടെ അൽ ഫാദലിന് 10,000 ദിനാർ കൊടുത്ത് ഒരു അടിമപ്പെണ്ണിനെ വാങ്ങാൻ ഏർപ്പാട് ചെയ്തിരുന്ന കാര്യം സുൽത്താൻ പാടെ മറന്നുപോയിരുന്നു. ദുഷ്ടനായ അൽ മൂയിൻ സ്നേഹപ്രിയയുടെ കാര്യം കേട്ടറിഞ്ഞെങ്കിലും സുൽത്താനോട് പറയാൻ ധൈര്യപ്പെട്ടില്ല. രാജാവിന് അൽ ഫാദലിൻ്റെ മേലുള്ള വിശ്വാസവും ജനങ്ങൾക്ക് ആ മന്ത്രിയോടുള്ള സ്നേഹവും കണക്കിലെടുത്താണ് അയാൾ അതിന് തുനിയാതിരുന്നത്. ഒരിക്കൽ മന്ത്രി അൽ ഫാദൽ സ്നാനഘട്ടത്തിൽ കുളി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ജലദോഷം ബാധിച്ച് കിടപ്പിലായി. രോഗം മൂർച്ഛിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് ശരീരം മെലിഞ്ഞ് എല്ലും തോലുമായി ഇഹലോകത്തിൽ ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ ഇനി വൈകിക്കൂടെന്ന് തോന്നിയതുകൊണ്ട് പുത്രനെ അടുത്തു വിളിച്ചു. അലി കരഞ്ഞുകൊണ്ട് ഓടി വന്നു. അൽ ഫാദർ പറഞ്ഞു, മോനെ, എല്ലാ സന്തോഷത്തിനും അവസാനമുണ്ട്, എല്ലാ നന്മകൾക്കും പരിധിയുണ്ട്. എല്ലാ കടങ്ങളും ഒരു നാൾ വീട്ടണം. എല്ലാ വേനലും മഴയിൽ അവസാനിക്കും. ഇന്ന് ഞാൻ നിത്യതയിലേക്ക് യാത്രയാകും. നീ അല്ലാഹുവിൽ വിശ്വസിച്ച് മനുഷ്യൻ അമരനല്ലെന്ന് ധരിച്ച് സ്നേഹപ്രിയയെ വേണ്ടുവണ്ണം പരിപാലിച്ച് ജീവിക്കണം. അത് കേട്ട് അലി കരഞ്ഞു. അച്ഛാ, അച്ഛൻ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണോ? ഈ ഭൂമിയിൽ അങ്ങയെപ്പോലെ മറ്റാരുണ്ട്? നന്മ മാത്രം കൈവശമുള്ള അങ്ങയെ നാട്ടുകാർ വാഴ്ത്തുന്നു. അങ്ങയ്ക്ക് വേണ്ടി വെള്ളിയാഴ്ചകൾ തോറും പള്ളിയിൽ പ്രാർത്ഥനകൾ നടത്തുന്നു. കുഞ്ഞെ, അല്ലാഹു എന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് തൻ്റെ വിശ്വാസ പ്രമാണം സ്പഷ്ടമായി ഉച്ചരിച്ചു. അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല. മുഹമ്മദാണ് അവൻ്റെ പ്രവാചകൻ. അതോടെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. മന്ത്രിയുടെ മരണത്തോടെ അലി നൂറിൻ്റെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? കാത്തിരുന്നോളൂ, ഞാൻ വരാം.